experience. അടിച്ചു വെച്ചാൽ ഒറ്റ അടിക്കങ്ങ് അടിച്ച് തീർക്കും തള്ളേ മോളും കൂടെ. തങ്കം 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 മുത്തേ മുത്തേ അച്ചപ്പി ആരുമില്ല. ഇവിടെ ഇവിടെ ഉള്ള എല്ലാം അപ്രത്യക്ഷമായ തങ്കച്ചേട്ടത്തി സോഡാപ്പൊടി മേടിക്കാണ്ട് സുരക്ഷിച്ചിട്ട് വീട്ടിലോട്ട് പോയി. ഇവളെ കാര്യം സോഡാപ്പൊടിയൊക്കെ മേടിക്കുക. ഇത് എന്തിനാണ് ഇവിടെ ഉള്ളത് വല്ലതും വെച്ചുണ്ടാക്കിയാൽ പോരെ? അപ്പുറം ഇപ്പുറം എന്തിനു രാവിലെ ഇവിടെ വേണ്ടതില്ലാത്തത് കൊണ്ടാണ് ഉള്ള അപ്പപ്പൊടിക്കാത്ത. വേറെ ഒന്നുമില്ല. അല്ല അപ്പം ചൂടാൻ വേണ്ടിയിട്ട് അരിയില്ല. റേഷൻ കടയിൽ പോയാലും റേഷൻ കടയിൽ പോകണം. അത് വേണം. മുത്തവിടെ മുത്ത അമ്മയുടെ കൂടെ വൈദ്യശാലയിലും കണ്ടുപോയി. വൈദ്യശാല? ആ മരുന്ന് മേടിക്കണം. പിന്നെ മുത്തിനെന്താ മേടിക്കണം എന്ന് പറഞ്ഞു. എടാ നീ എന്തിനാ ഇവിടെ വെറുതെ നിൽക്കല്ലേ? നീ ആ അമ്മ എന്തിനു വയസ്സാം കാലത്തിട്ട് നടത്തിക്കണം? നിനക്ക് പോയത് മേടിച്ചോണ്ടൊന്നുകൂടി. ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു അമ്മ സമ്മതിക്കണ്ട, അമ്മ ഞാൻ പൊക്കോളാം, മുത്തിനും എന്തോ മേടിക്കണം എന്ന് പറഞ്ഞു. നീ വരണ്ട, നീ പോയാൽ മൊത്തം പൈസ തീർക്കുമെന്ന് പറഞ്ഞു. ആ മുത്ത് എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ അവരെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ? അത് തന്നെ. ആ പിന്നെ ഞാൻ വേറെ ദിവസം പറയാൻ വന്നു. അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു പുതിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതായത് മികച്ച നേതാവിനെ ഈ പഞ്ചായത്തിൻ്റെ ഭരണത്തിൽ മികച്ച പ്രവർത്തകരെ കണ്ടെത്താനുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ലിങ്ക് നിനക്ക് അയച്ചു തരാം. അൻസാറിന് മാക്സിമം നമ്മൾ നിൻ്റെ വർക്ക്ഷോപ്പിൽ വരണവരടുത്തും പരിചയക്കാരടുത്തും ഒക്കെ കൊടുത്തിട്ട് ഇവിടെ എല്ലായിടത്തും പറയണം. എന്നിട്ട് അൻസാറിന് ഇതിൽ മികച്ച മെമ്പറായിട്ട് തിരഞ്ഞെടുക്കണം. നമുക്കത് കുത്തണം. അതിനകത്ത് ടിക്ക് ഉണ്ട്, അത് ടിക്ക് ചെയ്യണം. പിന്നെ പോലീസുകാരുടെ അടുത്തൂടെ പറഞ്ഞുതരാം. ചെയ്യൂലായിരിക്കും, വെറുതെ പറഞ്ഞു. ആ നീ വേണമെങ്കിൽ പറയണ്ട, ചുമ്മാ അയാളെ മുമ്പ് ചെന്ന് അവതരിപ്പിച്ചാൽ മതി. വേണമെങ്കിൽ ചെയ്യട്ടെ. ലിങ്ക് നിനക്ക് ഞാൻ ലിങ്ക് വിട്ടിട്ടുണ്ട്. എന്ത് എൻ്റെ മൊബൈലിൽ നെറ്റില്ല. എന്തോന്നിടാ ഇത്? മൊബൈലുണ്ടാ മൊബൈലുണ്ട്, എന്നാൽ നെറ്റുണ്ടാ നെറ്റില്ല. ജോലിയുണ്ടാ ജോലിയുണ്ട്, എന്നാൽ പൈസയില്ല. നിന്റെ ഉണ്ടെന്ന് പറയണ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, വിശപ്പ് മാത്രമുണ്ട്, വേറെ ഒരു വകയും എല്ലാം ഇല്ല. എൻ്റെ കുഴപ്പമല്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചാർജ് ചെയ്ത് തരണോ? അല്ല, ഞാൻ നെറ്റ് ചാർജ് ചെയ്ത് തരാം. അത് വെച്ചിട്ട് അതെല്ലാവർക്കും ഷെയർ ചെയ്യും. അത് ചെയ്യാം കേട്ടാ. ഏയ് ഇതിപ്പോൾ കഴിക്കാൻ വല്ല ഉണ്ടാകത്തോടെ? അല്ല, വന്നിട്ട് അപ്പം ചുട്ടിട്ട് പോ. അതിന് പോയാ ഇനി അവള് വന്നത് ചുട്ടെടുത്ത് വരുമ്പോൾ ഇനി ഇവിടെ സോഡാപ്പൊടി ഇല്ലാത്ത കഥ മുഴുവനും ദാരിദ്ര്യം മുഴുവനും പറഞ്ഞ് കേട്ട് അത് തിന്നണമെന്ന് ഞാൻ നായര കടയിൽ നിന്ന് വല്ലതും കഴിച്ചോളാം. ഇപ്പം ഞാനോട് വരാം. ഞാൻ നായര കടയിൽ പോണില്ല, ഞാൻ അതുവഴിയേ പോണില്ല, ഞാൻ തിന്നണമില്ല. ഞാൻ ഇന്നിന് വൈകിട്ടേ വല്ലതും കഴിക്കണുള്ളൂ. നീ പറഞ്ഞാൽ ആ ലിങ്ക് ഷെയർ ചെയ്യാൻ നോക്ക്. ഇതെല്ലാം തേക്കണം കേട്ടോ, രാത്രിയും രാവിലെയൊക്കെ. ഞാൻ വരാം. അയ്യോ അമ്മേ, എൻ്റെ പൊന്നമ്മ. പിടിച്ചോ എന്നെ പിടിച്ചോ. പതുക്കെ നടന്നാൽ മതി, പതുക്കെ നടന്നാൽ മതി. ഓട്ടോ ഒന്നും കിട്ടുന്നില്ല. പതുക്കെ മുത്തേ, ഇതെങ്ങോട്ട് പോയേ? പിന്നീട് വൈദ്യശാല വരെ പോയി. അയ്യോ, നടന്ന് ഒറ്റയ്ക്കാ? പിന്നെ ഒറ്റയ്ക്കല്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും. വണ്ടികളൊക്കെ പറഞ്ഞോട് നീങ്ങിക്കോ. അല്ല, ഒരു കാര്യം, ഈ വെയിലത്ത് നിങ്ങൾ ഇങ്ങനെ ആരാണ് ഇങ്ങനെ നടത്തി വിട്ടത്? ഓട്ടോ കിട്ടിയില്ല. ഞാൻ മറുപടി പറയുന്നു, അടങ്ങില്ലടി. അല്ല, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇങ്ങനെ നടന്നു വരണ്ട. ഒരു കാര്യം, അമ്മ ഇതിൽ കയറി പൊക്കോ, കുഴപ്പമില്ല. പറഞ്ഞു നോക്കി കൊണ്ടോണേ. വഴിയൊക്കെ അറിയാവന്. എടാ വീട്. അപ്പൊ പിന്നെ എന്റെ കൊച്ചെങ്ങനെ വരും? അവളെ ഞാൻ കൊണ്ടുവന്നോളാം. അമ്മ കയറി പോണം. ഞാൻ നടന്നു വരാം. അത് വേണ്ട, മക്കളിഞ്ഞ വാ. ഞാൻ കൊണ്ടുവരാം. വേണ്ട, ഞങ്ങളെ ഒരുമിച്ചല്ലി വന്ന ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് പോക്കോളാം കേട്ടോ. ഒരു കാര്യം ചെയ്യാം, അപ്പം ബൈക്കിലല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം. ആരവല്ലേടാ, നീ നമ്മളെ മൂന്നും കൂടെ ഓട്ടേ പോകുമ്പോഴേ നീ നമ്മളെ പുറകെ വാ. വേണ്ട, നീ എങ്ങോട്ട് പോണത്? ഞങ്ങളുടെ അങ്ങോട്ട്. അല്ല, അപ്പൊ കൊണ്ടുവിടണ്ടേ? വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ അങ്ങോട്ട് പോയത്. ഞങ്ങൾ ഇന്ന് തിരിച്ചു പോക്കോളാം. വെയിലല്ലേ അപ്പൊ ഒറ്റയ്ക്ക്? വെയിലത്ത് ഞങ്ങൾ കൊണ്ടോളാം. എന്റെ പൊന്നുമോനെ, നിന്റെക്കാളും കുറെ ഓണം അധികം ഉണ്ടാവളാം ഞാൻ. നിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്കറിയാം. മിണ്ടാതിരേടേ. പിന്നെ തങ്കത്തിന്റെ സ്വഭാവം നിനക്കറിയാല്ല. മിണ്ടാതിരിക്കണേ. നടന്നു വാ. നീ വന്ന വഴിക്ക് വേണ്ട അങ്ങോട്ട്.
ശേഖരാ എന്തേ? ഇല്ല ഞാൻ നാളെ വരുള്ളൂ. നാളെ വൈകുന്നേരം അങ്ങോട്ട് വീട്ടിലേക്ക് വരും. അപ്പം നാളെ വൈകുന്നേരം കാണാം. ഞാൻ ഇന്ന് ചേച്ചിയുടെ അടുത്താണേ. ആ ആ ആ നാളെ വന്നിട്ട് പറഞ്ഞാൽ മതിയാ? ശരി ശരി. ലില്ലിയേ എന്നിട്ട് വന്നേ, ഒരു സംശയം ചോദിക്കാൻ. എന്നിട്ട് വാ, ഇരിക്ക്, ഒരു കാര്യം പറയട്ടെ. എന്ത്? ഇരിക്ക്. എൻ്റെ വീടിൻ്റെ അവിടുത്തെ നമ്മുടെ അയ്യപ്പൻ കോവിലില്ലേ, അവിടെ ഇപ്രാവശ്യം അയ്യപ്പൻ വിളക്ക് ഗംഭീരമായിട്ട് അത്ര എന്നാണ്. അപ്പൊ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മണിക്കൂർ കലാപരിപാടി നടത്താനുള്ള പരിപാടിയാണ്. അപ്പൊ എന്നോട് സ്പോൺസർ ചെയ്യാൻ പറഞ്ഞു. ക്ലാസിക്കൽ ഡാൻസ് വെക്കാനാ പരിപാടി. അപ്പൊ ഈ കലാമണ്ഡപം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റി വെച്ചപ്പോ ഞാൻ പറഞ്ഞു എന്തിനാത്, എൻ്റെ ലില്ലി മോളുണ്ടല്ലോ, അവള് നന്നായി കുട്ടികളെ പഠിപ്പിക്കുന്ന നല്ല ഡാൻസർ അല്ലേ, അവളെ കൊണ്ട് 2-3 ഡാൻസ് കളിപ്പിക്കാൻ, ഞാൻ അതിന്റെ ചെലവ് ഞാൻ ഏറ്റോളാന്ന് പറഞ്ഞേക്കാം. 3 മണിക്കൂർ വേണം? 3 മണിക്കൂർ വെച്ചാൽ ഒരു 1.5 മണിക്കൂറെങ്കിലും. പിന്നെ കുട്ടികളുടെ അവരും കൂട്ടി നല്ലൊരു എമൗണ്ട് പറഞ്ഞോ. ചെലവ് വരുന്ന പൈസ എന്താ വെച്ചോ പറഞ്ഞോ, അത് ഞാൻ തരാം. അതെ പറയാവൂ കേട്ടോ, ഞാനാ സ്പോൺസർ ചെയ്യുന്നത്. ഞാൻ പറയാ ചോറ് വാർക്കാൻ പോവായിരുന്നു. അല്ലേ അത് പിന്നെ ഈ മുഴുവൻ ക്ലാസിക്കൽ ഡാൻസിന്റെ പുറമെ ഈ അയ്യപ്പന്റെ പുലിപ്പുറത്ത് വരുന്ന അയ്യപ്പന്റെ അങ്ങനെ 1-2 പിന്നെ അത് ഇവളിത് എങ്ങടാ ഹരിവരാസനം എന്നുള്ള പാട്ടിനെ ഒരു നല്ല വിഷ്വൽ ചെയ്തിട്ട് ഒരു സാധനം ലാസ്റ്റ് അത് ചെയ്യണത്. എന്ത് ധൃതിയായി പണി. ആ വൈകുന്നേരം പറയണം. ഡാൻസ് ടീച്ചറായപ്പോ ഭയങ്കര തിരക്കാ. അയ്യയ്യേ, ഈ വെയ്യാത്ത സമയത്ത് ഈ വെയിലും കൊണ്ട് നടന്നു വരുന്നു. ഒരു ഓട്ടോ വിളിച്ചു വരാറുന്നില്ലേ? ഒരു ഒറ്റ ഓട്ടോറിക്ഷ ഇല്ല പപ്പാ. എന്തിനാ ഈ നേരത്ത് പോയത്? പിന്നെ ഏത് നേരത്താ പോണ്ടിയത്? എന്തിനു പോയതപ്പോ? എടാ എന്റെ മുട്ടിന് വയ്യ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വീടിനകത്ത് ഇങ്ങനെ അടഞ്ഞിരിക്കണ്ടല്ലോ, ഒന്ന് നടക്കാന്ന് വിചാരിച്ചു. പണ്ട് അമ്പലത്തിലെങ്കിലും പോകുമായിരുന്നു, ഇപ്പൊ അതും ഇല്ല. നടന്ന് പോയി വാങ്ങിച്ചോളൂ. അപ്പൊ ഈ കൊച്ചിനും എന്തരാ വാങ്ങിക്കണത്? എന്നാ കൊച്ചും കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ കൊച്ചിനെ വിളിച്ചോണ്ട് പോയി. എന്ത് മേടിക്കാൻ പോയതാ? അവർക്ക് എന്താ എനിക്ക് തുണി തയ്ക്കാൻ കൊടുത്തിരുന്നു, അതും കൂടെ മേടിക്കണമായിരുന്നു. അപ്പൊ അത് മേടിക്കണമെങ്കിൽ ഞാൻ വന്നിട്ട് എന്നെയും കൂട്ടിട്ട് പോയാ പോരെ? ഈ വയ്യാത്ത ആളെ കൊണ്ട് പോയി പൊന്നു ചേർക്കാ എനിക്ക് പോണമായിരുന്നു. എനിക്ക് വീട്ടിൽ അടഞ്ഞിരിക്കാൻ വയ്യായിരുന്നു, എനിക്ക് നടക്കണമെന്ന് തോന്നി പോയത് തന്നെ. ഓ നടന്നോ? ശരി. ആ ബാക്കി കേട്ടോ നീ. ഞാനും കൊച്ചും കൂടെ ഇങ്ങനെ ഇങ്ങനത്തെ മരുന്നും ഇവിടെ തയ്ക്കാനാ അതെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ തിരിച്ച് ഞങ്ങൾ വല്ല വിധത്തിലും വെയിൽ പോയതേ. പിന്നെ എനിക്ക് അബദ്ധം തോന്നി. പിന്നെ നടന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു മോട്ടോർ സൈക്കിൾ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഫ്രണ്ടിൽ അങ്ങ് നിർത്തി. ഞാൻ നോക്കി അപ്പുറത്തെ സുലുവിന്റെ ഒരു ചെറുക്കനുണ്ടല്ലോ, ഒരു ആ ചെറുക്കന്റെ ഒരു പരവേശവും വെപ്രാളവും കണ്ടപ്പോ എനിക്ക് ആ ചെറുക്കനെ എത്ര പേടിക്കുന്നില്ല സത്യം. എന്റെ അടുത്ത് ചോദിക്കുന്നില്ലും മിണ്ടരുത് നീ. അത്രയും ഇങ്ങോട്ട് എന്നെ നോട്ടം. അമ്മൂമ്മ എവിടെ പോയി അമ്മൂമ്മ, അമ്മൂമ്മ എവിടെ പോയി അമ്മൂമ്മ? ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമക്കളെ എൻ്റെ കാലിനൊരു വേദന, അങ്ങനെ ഇത്തിരി മരുന്ന് വാങ്ങിക്കാൻ പോയതാണ് ഞാൻ. അയ്യോ ഈ വെയിലെത്താ ഓട്ടോ കയറാൻ ഞാൻ പറഞ്ഞു ഓട്ടോ കിട്ടിയില്ല, ഇവിടെ അടുത്ത് തന്നെ നടന്നു. വേണ്ട അമ്മൂമ്മ ഇതിലോട്ട് കയറി, എൻ്റെ കൂട്ടുകാരൻ കൊണ്ടാക്കും വന്ന്. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ എൻ്റെ ശുദ്ധഗതി കേടാ, ഞാൻ അതിലോട്ട് എന്ന് കയറുന്നു. ഇവിടെ എൻ്റെ കൊച്ചിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ കൊച്ച് എന്ന് പറഞ്ഞു അത് ഞാനും മുത്തും കൂടെ നടന്നു വരാം വീട്ടിലോട്ട് വന്നു. ഞാൻ പറഞ്ഞു നീയും മുത്തും കൂടെ നടന്ന് എങ്ങോട്ട്? അങ്ങോട്ടൊന്നും വരണ്ട. അല്ല മുമ്മ അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ്. എടാ അവനേക്കാളും കുറെ കൂടുതൽ ഓണം ഉണ്ടവളാണ് ഞാൻ, നിനക്കറിയാലോ. കാള വാല് വെക്കുന്നൊക്കെ എനിക്കറിയാം, ഞാനിതൊക്കെ കുറെ കണ്ടവളല്ലേ. എന്തിനു മിണ്ടാതിരിക്കും? പണ്ടത്തെ കാലം നല്ല ഇപ്പൊ കുട്ടികളൊക്കെ നല്ല അറിവും ബോധമുള്ളവരായി. അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ചേച്ചിക്ക് കാലിന്റെ മുട്ട് വേദനയാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവന്റെ ശുദ്ധ മനസ്സിനെ കൂട്ടുകാരന്റെ ബൈക്കിൽ കയറ്റിയിട്ട് നിങ്ങൾ നടക്കാണ്ട് ഇങ്ങോട്ട് എത്തിക്കോട്ടെ. ഇനി അവൾ ഒറ്റയ്ക്ക് വരണേന് തുടക്കി അവ ഉണ്ടല്ലോ കൂടെ എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? അതിന്റെ ആവശ്യമില്ല. എടാ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴേ എനിക്ക് നിന്റെ പണ്ടത്തെ കാലം ഓർമ്മ വരുന്നു. അപ്പൂപ്പന്റെ കാലം എന്തിനു പറയാതിരിക്കുന്നതിന്? കൊച്ചുങ്ങൾ ഇതൊക്കെ കേട്ടും കണ്ടും മനസ്സിലാക്കി അവര് പഠിക്കണം. എന്റെ പൊന്നു മോളെ സുശീല എന്നും പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നു അവിടെ. അല്ല അപ്പൂപ്പനല്ല പറയുന്ന കേക്ക്. കൊച്ചു അതിലേ അങ്ങോട്ട് ഇറങ്ങി നടന്നാലുടനെ ഇവന്
ഒരു സൈക്കിളുണ്ട്. സൈക്കിൾ എടുത്ത് വെച്ചും കൊണ്ട് ഒരൊറ്റ പോക്കൊക്കെ ഇറങ്ങി അടിച്ച് എവിടെയൊക്കെ പോയിട്ട് ഞാൻ പിന്നെ മിണ്ടത്തില്ല എന്തായിട്ടെന്ന് വിചാരിച്ച്. അവസാനം എന്തായിട്ടാ നീ പറഞ്ഞോട്. അവന് ഇഷ്ടമായിരുന്നു ആ കൊച്ചിനെ. അല്ല കുട്ടി, അത് ഈ പഠിക്കണ കാലത്ത് എനിക്ക് അന്നൊരു 10, 20, 21 വയസ്സുണ്ടാവും. ആ കുട്ടി പഠിക്കണ കാലാണ്. എന്നും വീടിന്റെ മുമ്പ് കൂടെ ഇങ്ങനെ പുസ്തകമായിട്ട് ഇങ്ങനെ നടന്നു പോകും. ഒരു പാവപ്പെട്ട കുട്ടിയാ. അപ്പൊ നമ്മൾ എന്നും കാണുമ്പോ ഒരു സൗഹൃദം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇതൊക്കെ തോന്നി. ഞാൻ സൈക്കിളിന്റെ ബാക്കിലിരുത്തി കൊണ്ടുപോകണോ ചോദിക്കും. എന്നിങ്ങനെ ഒപ്പം സംസാരിച്ച് നടന്നു പോവും. പിന്നെ നെല്ലിക്കും ഇതൊക്കെ കിട്ടുമ്പോ അവൾക്ക് കൊടുക്കും. അത് അവള് മേടിക്കുമ്പോ ഒരു സന്തോഷം, ഒരു കൂട്ടുകാരി. അങ്ങനെ അല്ല തോന്നുന്നു എടി അവര് തമ്മിൽ പ്രേമമായി. അല്ല അങ്ങനെയല്ല, അങ്ങനെ ഇപ്പൊ അവസാനം എനിക്ക് അന്നത്തെ പ്രായല്ലേ ഇഷ്ടാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, അയ്യോ ചേട്ടാ ഞാൻ അങ്ങനെയല്ല കരുതിയത്. എനിക്ക് എപ്പോഴും കൂട്ടിനും സഹായത്തിനും ഒരാളുണ്ടാവും, എന്റെ ഒരു ഏട്ടനെ പോലെയാണ് കരുതിയത്. ഞാൻ അങ്ങനെ കരുതിയില്ല പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ വിട്ടു. അവന് വിഷമം ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ആഗ്രഹിച്ചതുപോലെയല്ല ആ കുട്ടി ആഗ്രഹിച്ചത്. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ ചില ചിന്തകളും സാധനങ്ങളും ഉറച്ചൊരു തീരുമാനമുണ്ട്. അപ്പൊ അങ്ങനെ വന്നോണ്ട് ആ കുട്ടി തീരുമാനിച്ചപ്പോ ശരിയാണല്ലോ എന്ന് തോന്നി ഞാൻ ബൈ പറഞ്ഞു. പക്ഷെ ആ കുട്ടിയായിട്ട് പിന്നെ വർഷങ്ങളോളം സൗഹൃദം ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. മക്കളെ, അത് കഴിഞ്ഞതിന് ശേഷം യവന്റെ വീട്ടിലെ ഓരോ അവസ്ഥ കണ്ട് ഞാൻ തന്നെ വേദനിച്ച്. യവൻ എന്തൊക്കെയോ യവനാകാരം കഴിക്കാൻ അല്ല, അത് കഴിഞ്ഞിട്ട് അതാ പ്രായത്തില് കഴിഞ്ഞല്ലോ. പിന്നെ ഓരോ പ്രായത്തിലും ഓരോ സാഹചര്യത്തിലും പലതും വന്നപ്പോ എന്റെ യോഗം 55 വയസ്സ് കഴിഞ്ഞിട്ടാണ്. അത് പോട്ടെ, അതുപോലെയല്ല എല്ലാവരും. പിന്നെ ഇപ്പൊക്കെ സൗഹൃദമായി സ്നേഹമൊക്കെ തിരിച്ചറിയാനുള്ള ബോധം അവർക്ക്. ഈ പ്രായം അതല്ല. ഈ പ്രായത്തിലാണ് നിരന്തരം ഇങ്ങനെ കണ്ടുമുട്ടി കൊച്ചുങ്ങളുടെ മനസ്സ് മാറി. എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. അവസാനം എന്റെ കൊച്ചി ഒന്ന് പടുകുഴിയിൽ വിടും. നിനക്കറിയാമോ? അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നീ ജനിച്ച് കാണിക്കണ്ട. അമ്മൂമ്മ അതൊക്കെ പറയും. അങ്ങോട്ട് പോയിക്കോ. ആ പഴയ ആൾക്കാർ അതൊന്നും നീ കാര്യാക്കണ്ട. തള്ളയുടെ കാര്യം അറിയാമോ? അവൻ വന്ന് കയ്യും കാലും കവളും കാണിച്ചല്ലേ പോയത്. കൊച്ചിന് എന്തായി? നിനക്കും വിഷമമില്ലേ അതില്? പിന്നെ എന്തോ എങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞുകൂടി പോകത്തിന്റെ പോലൊന്നും ആവില്ല അവള് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ, നാളെ ഡോക്ടർ ആവണ്ടല്ലേ. അങ്ങനെ ചിന്തിക്കും. ഓ, ഞാൻ തുണി വിരിച്ചിട്ട് എപ്പോ വന്നേ? അല്ല, ഞാനിവിടെ ഉണ്ടായിരുന്നു. അമ്പലത്തിൽ ഉത്സവം നടക്കില്ലേ, അവിടെ പോയിട്ട് ഇങ്ങോട്ട് വന്ന്. അമ്മ എവിടെ? അമ്മ അകത്താ. ഇങ്ങോട്ട് വരുമോ? ഇല്ലായിരിക്കും. അമ്പലത്തിൽ പോയപ്പോഴേ മുത്തിനൊരു സാധനം വാങ്ങിച്ചോണ്ടോ. അയ്യോ, ഈ സിൽക്ക്. താങ്ക് യു. പോവല്ലേ, ഇല്ല കുറച്ച് നേരം. അമ്മ എന്ന് വരത്തില്ല അവിടെ. അത് മാത്രല്ല, ഉത്സവത്തിന് പോയപ്പോ കുപ്പിവളയും വേറെ ആർക്കും അങ്ങനെ മുത്തിനല്ലേ വാങ്ങിക്കുള്ളൂ. വാങ്ങ്. അല്ലേട്ടാ വേണ്ട കേട്ടോ, അമ്മ വഴക്ക് പറഞ്ഞിട്ട്. അമ്മ കാണത്തൊന്നുമില്ല, അമ്മ ഇപ്പൊ വരത്തൊന്നുമില്ല. നീ പിടിക്കേ ചേട്ടൻ വച്ചു. ഞാനത് മുത്തിൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചത്. ഇല്ല അല്ലിട്ടോടെ പിന്നെ വേറെ ആർക്കും വേണ്ടി വാങ്ങണേ? നിനക്ക് വാങ്ങിച്ചത് ഞാൻ പിടിച്ചോ. അമ്മ വരുന്ന പിടിച്ചോ. മുത്ത് ഇതൊന്ന് ഇട്ട് കാണാൻ പറ്റുമോ? ഞാൻ പിന്നെ ഇടാൻ ചേട്ടാ. പിന്നെ ഇങ്ങോട്ട് ഞാൻ ഇവിടെ തറയിൽ ഇട്ടു. ഇല്ല ചേട്ടൻ പൊക്കോ, അമ്മ കാണും. അല്ല, ഇത് ഇട്ടുകൊണ്ട് നാളെ ഒന്ന് അമ്പലത്തിൽ വരാൻ പറ്റുമോ നിനക്ക്? അയ്യോ ഇല്ല, അമ്മ വിടൂല കേട്ടാ. എന്തായാലും കളയല്ലേ, ഇടണേ. അമ്മ വരുന്നു. എന്നിട്ട് നാളെ ഉത്സവത്തിന്
പൊന്നിരാവ് പോകും പോലെ. ആ എന്താ പറ്റി? എവിടെ ആയിരുന്നു? ഞാൻ റൂമിൽ ചുമ്മാ ഇരിക്കുമായിരുന്നു. ചുമ്മാ ഇരിക്കും. എന്ത് പരിപാടി? പിന്നെ എൻ്റെ ഗൂഗിൾ പേക്കകത്തുനിന്നേ എന്തൊരു കള്ളത്തരം കാണിച്ച മുഖം. ഗൂഗിൾ പേക്കകത്തുനിന്ന് പൈസ പോകുന്നില്ല. സെലക്ട് ചെയ്തിട്ട് ഇത് അടിക്കുമ്പോഴത്തേന് കട്ടായി മാറും. നോക്ക്. സെലക്ട് ചെയ്തിട്ടേ ഇത് അടിക്കുമ്പോഴത്തേന് മക്കളെ എവിടെ വന്നിരിക്കും. സെലക്ട് ചെയ്തിട്ടേ പൈസ എടുത്തിട്ട് നമ്മൾ ഇതടിക്കത്തില്ല, സുനാട്ടി അടിക്കുമ്പോൾ കട്ടായി മാറും. എന്താണ് എന്തര ഉണ്ടല്ലോ? ഒന്നുമില്ല. ഗൂഗിൾ പേന്ന് എടുത്ത് നമ്മളിപ്പോ റോസ്മേരിക്ക് പൈസ ഇട്ട് കൊടുക്കാൻ നോക്കിയപ്പോ പൈസ എടുത്ത് അടിച്ചിട്ട് നമ്മുടെ ഇതറിയത്തില്ലേ 5 അക്ക നമ്പരോ 4 അക്ക, അത് അടിക്കുമ്പോ കട്ടായി പോവാണ്. അപ്പൊ അത് ഒന്നുകൂടെ ഇത് അപ്ഡേഷൻ കാണുമായിരിക്കും. നോക്കട്ടെ. നോക്ക്, നെറ്റ് ഓൺ ചെയ്യും. അത് അപ്ഡേഷൻ ഉണ്ട്. ഇത് അപ്ഡേറ്റ് ആവട്ടെ. ഇത് അപ്ഡേറ്റ് ആവട്ടെ. അവിടെ അടുത്ത് പറഞ്ഞാൽ കേൾക്കോ? പിന്നെ അല്ല, ഈ റൊണാൾഡോ അങ്കിളിനെ ഈ പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ചുമ്മാ ഇങ്ങനെ ഫോട്ടോ ഉണ്ടപ്പോ റോസ്മേരി കണ്ടായിരുന്നു. റോസ്മേരി ആണോ? ലാസ്റ്റ് പ്രണയമായിരുന്നില്ല റോസ്മേരി. അതൊക്കെ ഒരു കാലം. ഞാനും റോസ്മേരി പള്ളി പെരുന്നാളിലൊക്കെ പോയി. കുഞ്ഞിലോട്ടുണ്ടോ? ഇല്ലില്ല, ഞങ്ങൾ സൺഡേ സ്കൂളിൽ വെച്ചാൽ പണ്ട് ഭയങ്കര പോട്ടിയായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ പള്ളിയുടെ ഒരു ക്യാമ്പിന് പോയി. പള്ളി ക്യാമ്പിന് പോയപ്പോഴത്തേനും ഞങ്ങളായിരുന്നു വിളമ്പുകാർ. അങ്ങനെ വിളമ്പാനൊക്കെ നിന്ന് അങ്ങനെ കമ്പനിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവരുടെ സൺഡേ സ്കൂളിൽ പോയി. ഞങ്ങളുടെ സൺഡേ സ്കൂൾ അവരുടെ സൺഡേ സ്കൂൾ വേറെ ആയിരുന്നു. അവിടെ പോയി അങ്ങനെ കണ്ട് എന്ത് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടേക്കില്ലയോ? അപ്പൊ ഇരിക്കട്ടെ. കോള് വല്ല പരിപാടി റോസ്മേരി വിളിക്കാന്നുണ്ട്, കട്ട് ചെയ്തിട്ട്. മാമി എന്നാ? ഒന്നുമില്ല, വെറുതെ ഇരുന്നപ്പോ ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ചു. വിശക്കുന്ന പോലെ വേണോ? ബിസ്ക്കറ്റൊക്കെ അവിടെ ഇരിപ്പുണ്ട്. വേണ്ട വേണ്ട, കഴിച്ചോളൂ. ഇപ്പോ അമ്മ പോയാടാ? അമ്മ പോയി. ആണോ? അവനെന്തേ തക്കുടു? അവൻ എന്തോ റൂമിലെന്തോ ഇരിക്കാൻ തോന്നുന്നു. ആഹാ, ചോറ് വെച്ചിട്ടാണോ അമ്മ പോയത്? കറിയും. ആഹാ, കറിയില്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോവാ. അല്ലെ കുഞ്ഞു അവനും കൂടെ ഇവിടെ വന്ന് കഴിച്ചാലും മതി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മാമി? എന്നാപ്പാ? മാമിക്ക് ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോ ആരത്തിൽ ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടോ? എന്തിഷ്ടം? അല്ല, നമുക്കിഷ്ടം തോന്നൂലേ? നീ ഈ ഇഷ്ടമെന്ന് ഉദ്ദേശിച്ചതേ പ്രണയവും പ്രേമവും ഒക്കെയാണോ? അതിപ്പോ എത്ര പേർക്ക് നമ്മളോട് തോന്നും, അവരോടൊക്കെ നമുക്ക് തിരിച്ചു തോന്നുന്നു. അല്ല, തോന്നിയെച്ചാ നമുക്കിങ്ങനെ ചിലർക്ക് അങ്ങനെ വന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നിയിട്ടുണ്ട്. അത്രേ ഉള്ളു. അതൊക്കെ അന്നത്തെ ഒരു പ്രായമല്ലേ. പണ്ടേ ഒരു ചെറുക്കനെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നേ. അന്ന് ഞാൻ ഡാൻസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കണ സമയമാണ്. അപ്പൊ ഒരു ദിവസം ഞാൻ ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുക ഇങ്ങോട്ട് പോരാനായിട്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ ഞാൻ വന്ന ആ ബസ് സ്റ്റോപ്പിലോട്ട് വന്ന് നിൽക്കുമ്പോ ഈ ചെറുക്കൻ അവിടെ നിൽക്കുന്നു. മാമി കാണാൻ. എനിക്ക് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വയറിന്ന് ഒരു ആന്തല് വന്നേ. ഇവൻ എന്റെ അടുത്തോട്ട് വന്നിട്ട് അപ്പൊ ഒരു ഡയറി മിൽക്ക് എന്റെ കയ്യിലോട്ട് എടുത്തു തന്നു ഇവൻ. ഡയറി മിൽക്കോ? അവ മാമി മേടിച്ചത്. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോ അവിടെ ആരും ഇല്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ടെൻഷന് വന്ന് എന്ത് ചെയ്യണോന്ന് അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ ബസ്സിറങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് തിന്നാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ബസ്സിറങ്ങി നടക്കുവാണേ. നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഞാൻ 1-2 കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ആ ഡയറി മിൽക്ക് ഞാൻ ദൂരത്തോട്ട് എറിഞ്ഞു കളഞ്ഞു. കഴിച്ചില്ലേ? എന്താ കഴിക്കാൻ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്ന്. എനിക്ക് 1-2 പേരുടെ മുഖം ഓർമ്മ വന്നു. ആരുടെ? എന്റെ ക്ലീറ്റോ ചേട്ടൻ, എന്റെ പപ്പ, എന്റെ അമ്മച്ചി, എല്ലാവരുടെയും മുഖം എനിക്ക് ഓർമ്മ വന്നു.
ഞാനിതെങ്ങാനും വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ അവരെന്തോരം വിഷമിക്കും ഇതറിയുമ്പോ. അപ്പൊ ഞാൻ കൊണ്ട് കളഞ്ഞു. പിന്നെ ഇതൊക്കെയാണ് ഇത്ര വലിയ കാര്യം. ഇപ്പൊ ഇരുന്ന് ആലോചിക്കുമ്പോഴേ എന്തൊരു കോമഡിയാ. അതൊക്കെ ഒരു കാലം. നീ എന്താടി ഇപ്പൊ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല, ചുമ്മാ. പോയിട്ട് പിന്നെ വരാവേ. വെള്ളം എടുക്കാൻ വന്നപ്പോ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്ന കണ്ട്. മക്കളുടെ ആണോ? ആ, കളയാൻ വെച്ചിരുന്നേ. കളയാൻ പറ്റില്ലാന്നോ? ഞാനതെന്റെ വയറ്റിലോട്ട് കളഞ്ഞോളാം.